ഹലോ ഗെയ്സ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊരു 3 ഷൂട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. ആദ്യത്തെ ഷൂട്ട് ബാപ്റ്റിസം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രാവിലെ 7:30ക്കാണ് ക്ലയൻറ്റ് അവിടെ എത്താൻ പറഞ്ഞിട്ടുള്ളത്. റിലീജിയസ് കോംപ്ലക്സിൽ വെച്ചിട്ടാണ് നമുക്ക് ഷൂട്ടുള്ളത്. ഞാൻ ഷാർപ്പ് ടൈമിന് തന്നെ അവിടെ എത്തി. പക്ഷേ ആസ് യൂഷ്വൽ കുറച്ച് പോസ്റ്റ് ആവേണ്ടി വന്നു. എനിഹൗ അവരൊരു 7:45 8 മണിയാകുമ്പോൾ വന്നു. നമ്മൾ അവിടുന്ന് ഷൂട്ടൊക്കെ ചെയ്തു. അവരുടെ കുറച്ച് ഫങ്ഷൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1 അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടുത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോരുകയാണ്. സമയം രാവിലെ 9 മണി ആയിട്ടുള്ളൂ. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്ത ഷൂട്ട് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അല്ലസാമാളിലാണ്. ഇൻ്റർവ്യൂ ആണ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ളത്. 2 മണിക്കായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 3 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഷാർപ്പ് 5 മണിക്ക് തന്നെ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, 6 മണിക്ക് നമുക്ക് അടുത്ത ഷൂട്ടുള്ളതാണ്. എനിക്ക് ടൈമിങ് ഭയങ്കര പഞ്ച്വലായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അഹങ്കാരം കൊണ്ട് പറയല്ല, പക്ഷേ അങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ്. ഷാർപ്പ് പറഞ്ഞാൽ ഷാർപ്പ് ടൈമിന് നമ്മൾ ഷൂട്ടിനെത്തും. പക്ഷേ മിക്കവാറും ടൈമിലും ക്ലയൻറ്റ് എത്താത്ത പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ എത്രയും നന്നായിട്ട് പഞ്ചിലാവുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു മണിക്കൂർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ പോയി ഇന്ന് ഫ്രഷ് ആയിട്ടാണ് ഷൂട്ടിന് വേണ്ടി പോകുന്നത്. ഷാർപ്പ് 6 മണിക്ക് തന്നെ നമ്മൾ സിഗ്നേച്ചർ ബൈ മർസയിലെത്തി. ഇത് ദോഹയിൽ ന്യൂലി ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ആസിഫ് അലിയൊക്കെ വന്നിട്ടായിരുന്നു ഇതിൻ്റെ ഇനാഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഷൂട്ടിന് വരുന്നത്. 6 മണി മുതൽ ഏകദേശം 7:30 വരെ പോസ്റ്റ് തന്നെ ആയിരുന്നു. 8 മണിക്ക് നമ്മൾ അങ്ങനെ ഷൂട്ടൊക്കെ തുടങ്ങി. കുറച്ച് വൈഡ് ഷോട്ട്, അതുപോലെ തന്നെ കാൻഡിഡ് ഒക്കെ എടുത്തു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.